പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് അയവ് വരുത്തി അമേരിക്കയും ഇറാനും തമ്മിൽ നിർണായക സമാധാന കരാറിൽ ഓൺലൈനായി ഒപ്പുവെച്ചു. ഇറാൻ ആണവായുധം നിർമ്മിക്കില്ലെന്ന വ്യവസ്ഥയോടെ തയ്യാറാക്കിയ 14 ഇന കരട് കരാറിന്റെ വിവരങ്ങൾ സൗദി മാധ്യമമായ അൽ അറേബ്യയാണ് പുറത്തുവിട്ടത്. പകരം അമേരിക്കയും സഖ്യരാജ്യങ്ങളും ഇറാന് $3000 കോടി സാമ്പത്തിക സഹായം നൽകാനും ഉപരോധങ്ങൾ നീക്കാനും ധാരണയായി. ലബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മുന്നണികളിലും നിലവിലുള്ള യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്നാണ് ആദ്യ വ്യവസ്ഥ. പരസ്പരം ശത്രുതാപരമായ നടപടികൾ സ്വീകരിക്കില്ലെന്നും ബലപ്രയോഗത്തിലൂടെയോ ഭീഷണികളിലൂടെയോ ഇടപെടില്ലെന്നും ഇരു രാജ്യങ്ങളും ഉറപ്പു നൽകുന്നു. പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും മാനിക്കുമെന്നും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ലെന്നും ധാരണാപത്രത്തിലുണ്ട്. 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാറിലെത്താനാണ് തീരുമാനം. അതുവരെ നിലവിലെ വെടിനിർത്തൽ തുടരും. ആണവോർജ്ജം സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന ഇറാന്റെ ഔദ്യോഗിക നിലപാട് 8ാമത്തെ പോയിന്റായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ധാരണാപത്രം ഒപ്പുവെച്ചതോടെ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധം പിൻവലിച്ചു. ഇതോടെ ഇറാൻ തീരത്ത് വീണ്ടും കപ്പലുകൾ അടുത്തു തുടങ്ങി. പരമാവധി 30 ദിവസത്തിനുള്ളിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കും. ഇതിനാവശ്യമായ കാര്യങ്ങൾ ഇറാൻ ചെയ്യും. ഐക്യരാഷ്ട്ര സഭയുടെ രക്ഷാസമിതിയും രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയും ഇറാനെതിരെ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഉപരോധങ്ങളും കരാറിന്റെ ഭാഗമായി അവസാനിപ്പിക്കും. UN നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ ഇറാന് ക്രൂഡ് ഓയിൽ, പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവ കയറ്റുമതി ചെയ്യാൻ അമേരിക്ക പ്രത്യേക ഇളവുകൾ നൽകും. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നതോടെ ആഗോളതലത്തിൽ ഇന്ധനവിലയും പാചകവാതക വിലയും കുറവുണ്ടാകുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമാകും. അമേരിക്ക ഇറാൻ സമാധാന കരാർ ഒപ്പുവെക്കൽ ചടങ്ങ് സ്വിറ്റ്സർലാൻഡിലെ ലുസേൺ നഗരത്തിനടുത്തുള്ള ബെർഗൻ സ്റ്റോക്ക് റിസോർട്ടിൽ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലാണ് ഇരു രാജ്യങ്ങളും ഈ സ്ഥലം നിർദ്ദേശിച്ചത്. അന്തിമ കരാറിനായുള്ള ചർച്ചകൾ ശനിയാഴ്ച ജനീവയിൽ തുടങ്ങും. അതേസമയം ഫ്രഞ്ച് ആൽപ്സിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ ഭാഗമായി ഖത്തർ അമീറുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കരാർ അവലോകനത്തിനായി US കോൺഗ്രസിന് അയക്കാൻ തയ്യാറാണെന്ന് ട്രംപ് വ്യക്തമാക്കി. കരാർ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഔദ്യോഗികമായി പുറത്തുവിടുമെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ് അറിയിച്ചു. എന്നാൽ ആണവായുധം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ വീണ്ടും യുദ്ധമുണ്ടാകുമെന്ന് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുമായുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുക എന്നതാണ് കരാറിന്റെ ലക്ഷ്യം. ഇതിൽ ഇസ്രായേൽ കക്ഷിയല്ല. തെക്കൻ ലബനനിലെ ഇസ്രായേലിന്റെ തുടർച്ചയായ അധിനിവേശം അമേരിക്കയുമായുള്ള കരാറിന്റെ ലംഘനമാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി മുന്നറിയിപ്പ് നൽകി. കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കാതെ യുദ്ധം പൂർണ്ണമായും അവസാനിക്കില്ല. ലബനനിൽ ഉൾപ്പെടെയുള്ള സൈനിക പ്രവർത്തനങ്ങൾ ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാനും ആവശ്യപ്പെട്ടു. എന്നാൽ ആവശ്യമുള്ളിടത്തോളം കാലം ലബനനിൽ തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മറുപടി നൽകി. തങ്ങൾ കരാറിൽ കക്ഷിയല്ലെന്നും ലബനനിൽ നിന്നും സിറിയയിൽ നിന്നും ഗാസയിൽ നിന്നും പിന്മാറില്ലെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. US-ഉം ഇറാനും തമ്മിലുള്ള ധാരണാപത്രം നെതന്യാഹു കണ്ടിട്ടില്ലെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിനെ കരാറിന്റെ വിശദാംശങ്ങൾ അറിയില്ലെങ്കിലും ലബനനെ ഉൾപ്പെടുത്തുന്നത് അനാവശ്യമാണെന്ന് US-ലെ ഇസ്രായേൽ അംബാസഡർ യെച്ചിൽ ലീറ്റർ പ്രതികരിച്ചു. ഇസ്രായേൽ ആക്രമണങ്ങളുടെ വ്യാപ്തി ഇസ്രായേൽ നേതാക്കളും ഡൊണാൾഡ് ട്രംപും തമ്മിൽ വിള്ളൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ലബനനോടും ഹിസ്ബുള്ളയോടും പെരുമാറിയ രീതിയിൽ താൻ സന്തുഷ്ടനല്ലെന്ന് ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. ലബനനിലെ ഇസ്രായേലി ആക്രമണങ്ങളിൽ 100 കണക്കിന് സിവിലിയന്മാർ ഉൾപ്പെടെ 4000-ഓളം ആളുകൾ കൊല്ലപ്പെടുകയും 10 ലക്ഷത്തിലധികം ആളുകളെ നാടുകടത്തുകയും ചെയ്തു. ഇസ്രായേൽ ഹിസ്ബുള്ളയുമായി വളരെ കാലമായി പോരാടുകയാണെന്നും നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നത് ലോകത്തിന് നല്ലതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചയിൽ അതിർത്തി കടന്ന് ഹിസ്ബുള്ള മിസൈലുകൾ തൊടുത്തതിനെ തുടർന്നാണ് ഇസ്രായേൽ തെക്കൻ ലബനൻ ആക്രമിച്ചത്. ഹിസ്ബുള്ള ദുർബലമാണെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള കഴിവ് അവർ നിലനിർത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.